ശാസ്ത്രത്തിന് വിമർശനം ആവശ്യമുണ്ട്. കേരളത്തിൽ തന്നെ അതിൻ്റെ ട്രഡീഷൻ ഉണ്ട്. മാർക്സിസ്റ്റുകാർ ശാസ്ത്ര വിമർശകർ കൂടിയാണ്. ടെക്നോളജിയുടെ ആപ്ലിക്കേഷനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചിന്ത ഉണ്ടായിരുന്ന ആളുകളാണ്. ഗാന്ധിയൻസ് ശാസ്ത്രത്തിൻ്റെ വിമർശകരാണ്. പക്ഷേ ഫെമിനിസ്റ്റുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള ഈ നീതിയുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര വിമർശനം എന്ന് പറയുന്നത് ആണ് ശാസ്ത്രത്തെ ഹ്യൂമെയിനാക്കാനും അതിനെ ജനാധിപത്യവൽക്കരിക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഗതി. ശാസ്ത്ര വിമർശനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന്, വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ശാസ്ത്രത്തിൻ്റെ ഈ തലത്തെ നമ്മൾ വിമർശിച്ചിട്ടില്ലെങ്കിൽ ഇനിയും തലയോട്ടികൾ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും അയക്കേണ്ടി വരും. ആ തലയോട്ടികളുടെ ആധികാരികതയെക്കുറിച്ചുള്ള വർണ്ണനകൾ ശാസ്ത്രീയമായി നമ്മൾക്ക് കേൾക്കേണ്ടി വരും. നമ്മുടെ തന്നെ തലയോട്ടികൾ ചിലപ്പോൾ അടിച്ചുടക്കപ്പെടും ശാസ്ത്രീയമായി. അതുകൊണ്ട് തന്നെ ശാസ്ത്ര വിമർശനം എന്നതിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു തലം, അത് സ്പിരിച്വൽ ആത്മീയ ലെവലിൽ നിന്നും മറ്റ് പല സ്റ്റാൻഡ് പോയിന്റുകളിൽ നിന്നും ശാസ്ത്രത്തെ വിമർശിക്കുക എന്നത് ഈ ഒരു കോൺഫറൻസിന് ഇനീഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ധൈര്യത്തോടു കൂടി. കാരണം ഇന്ന് ശാസ്ത്രത്തിനും ടെക്നോളജിക്കുമുള്ള അപ്രമാദിത്വത്തിൻ്റെ പിറകിൽ പലപ്പോഴും ആളുകൾക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അപ്പം തലകൾ സൂക്ഷിക്കാൻ ശാസ്ത്രത്തെ വിമർശിക്കുക.